അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും സ്നേഹമുള്ള ഈ മഹത്തായ ഐക്യദാർഢ്യ സംഗമത്തിൽ സന്നിഹിതരായിട്ടുള്ള സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ്, സുന്നി യുവജന സംഘത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ജനറൽ കൺവീനർ, പ്രിയപ്പെട്ട മുസ്ലിം ജമാഅത്തിൻ്റെ തൃശ്ശൂർ ജില്ലാ അധ്യക്ഷനുമായ പ്രിയപ്പെട്ട സയ്യിദ് ഫضൽ തങ്ങൾ, സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന സാന്ത്വനം അധ്യക്ഷൻ ഡോക്ടർ അബ്ദുസ്സലാം സഖാഫി, ബഹുമാനപ്പെട്ട കരീം ഹാജി വെങ്കിടങ്ങ്, പ്രിയപ്പെട്ട ഉസ്മാൻ സഖാഫി, സിറാജ് ദിനപത്രത്തിൻ്റെയും ICF-ൻ്റെ ഇൻ്റർനാഷണൽ സമിതിയുടെയും ഒക്കെ നേതൃത്വം, ബഹുമാനപ്പെട്ട ഷെരീഫ് കാരശ്ശേരി, ഈ സദസ്സിലുള്ള പ്രിയപ്പെട്ട സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, നേതാക്കൾ, സഹപ്രവർത്തകർ, സഹോദരിമാർ, അൽഹംദുലില്ലാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപം കൊണ്ടിട്ട് 100 വർഷം തികയുകയാണ്. കേരളീയ മുസ്ലിം ഉമ്മത്തിനെ ദിഷണാപരമായ പരിശുദ്ധമായ ദീനിൽ അടിയുറച്ചു നിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്ത, കേരളത്തിലെ ഇസ്ലാമിക തുടിപ്പുകൾക്ക് ജീവൻ നൽകിയ സമസ്ത അതിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ കേരളത്തിലെ ഗ്രാമങ്ങളിൽ മുഴുവൻ അതിൻ്റെ സ്പന്ദനങ്ങൾ അലയുടിച്ചുയരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സമസ്തയുടെ കീഴ്ഘടകങ്ങളായ SSF-ഉം SYS-ഉം തുടങ്ങിയ എല്ലാ സംഘടനകളും, മുസ്ലിം ജമാഅത്ത് ഉൾപ്പെടെ മുഴുവൻ സംഘശക്തിയും കേരളീയ ഗ്രാമങ്ങളിൽ പരിശുദ്ധമായ ദീനിൻ്റെ വെളിച്ചം പ്രസരണം ചെയ്യുന്ന പരിപാടികളും പ്രോഗ്രാമുകളുമായി രംഗത്തിറങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ 2024 ജനുവരി മുതൽ SYS-ൻ്റെ പ്ലാറ്റിനം ജൂബിലി വർഷമായി ആഘോഷിച്ചത്. അതിൻ്റെ സമാപനമാണ് ഡിസംബർ 27, 28, 29 തീയതികളിൽ തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത്. കേരള യുവജന സമ്മേളനം എന്നാണ് ആ സംഗമത്തിൻ്റെ പേര്. അതോടൊപ്പം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന ഇന്നത്തെ ഏറ്റവും വലിയ മനുഷ്യ സമൂഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യമാണ് SYS മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കൊടിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി മനുഷ്യർ മുഴുവൻ ഒന്നായി നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ സമയത്ത് എന്ന് ഉദ്ഘോഷിക്കുന്ന മഹത്തായ ഒരു പ്രമേയമാണത്. ആ പ്രമേയത്തിൽ ഊന്നി നിൽക്കുന്ന മഹത്തായ സമ്മേളനം സമസ്തയുടെ ദീർഘദൃഷ്ടുക്കളായ പണ്ഡിതന്മാർ നേതൃത്വം കൊടുത്ത് അവർ നമുക്കേൽപ്പിച്ച ദർശനത്തെ, പരിശുദ്ധമായ ദീനിനെ കാലിക സമൂഹത്തിലേക്ക്, പുതിയ സമൂഹത്തിലേക്ക്, ന്യൂജൻ സമൂഹത്തിലേക്ക് എങ്ങനെ വിനിമയം ചെയ്യപ്പെടണമെന്ന് കൃത്യമായി പഠിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു കഴിഞ്ഞ ഈ മാസങ്ങളിൽ കേരളത്തിലുടനീളം നടന്നത്. ഖുർആൻ സമ്മേളനം, ത്വരീഖത്ത് സമ്മേളനം തുടങ്ങി കാലികമായി നമ്മുടെ മനുഷ്യ സമൂഹത്തിലേക്ക്, മുസ്ലിം സമൂഹത്തിലേക്ക്, പ്രബോധകരിലേക്ക് എത്തിക്കേണ്ട മുഴുവൻ വിഷയങ്ങളിലെയും ഊന്നി നിന്നുകൊണ്ടുള്ള മഹത്തായ സമ്മേളനം പരിപാടികൾ നടന്നു കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, തൃശ്ശൂരിൽ നടക്കുന്ന സമ്മേളനത്തോടു കൂടി 10,000-ഓളം കർമ്മധീരരായ പ്രബോധകരെ സമൂഹത്തിന് സമർപ്പിക്കുകയാണ്. നമുക്കറിയാം, ആ രാഷ്ട്രീയവാദം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിക്കുകയാണ്. മയക്കുമരുന്നിൻ്റെ ദൂഷ്യമായ ഫലങ്ങളിലേക്ക് നമ്മുടെ യുവത്വം, യുവതികളും യുവാക്കളും കാർന്നു തിന്നുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, രാജ്യാന്തര തലങ്ങളിൽ പോലും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് മയക്കുമരുന്നിന് അടിമകളാകുന്ന കഥകൾ വരെ നാം അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനൊക്കെ പ്രതികരിക്കേണ്ടതാരാണ്? യുവത്വമാണ്. യുവാക്കൾ ഇറങ്ങിത്തിരിക്കണം. യുവാക്കൾ രാഷ്ട്രീയവാദത്തിനെതിരായി സമൂഹത്തെ ഒന്നിപ്പിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് അഭിവന്യരായ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ നേതൃത്വത്തിൽ മാനവ സഞ്ചാരം നടത്തിയത്. ഒരു കൊടിയും നിങ്ങൾ അതിൽ കണ്ടിട്ടുണ്ടാവില്ല, ഒരു ബാനറും അതിൽ കണ്ടിട്ടുണ്ടാവില്ല. മനുഷ്യരെയാണ് അഭിസംബോധന ചെയ്തത്. മനുഷ്യരൊന്നാകെ, അതിൽ രാഷ്ട്രീയമില്ല, അതിൽ മതമില്ല, അതിൽ ഒരു വൈജാത്യങ്ങളുമില്ലാതെ എല്ലാവരും ഒന്നിച്ച് ഒരു സന്ദേശത്തോടെ നീങ്ങുന്ന സുന്ദരമായ കാഴ്ച അടുത്ത കാലത്തൊന്നും നാം കേരളത്തിൽ അത് കണ്ടിട്ടില്ല. ആ മഹത്തായ സന്ദേശത്തിന്റെ തുടർച്ചയാണ് നമുക്ക് നടക്കാൻ പോകുന്നത്. അതിലേക്ക് നമ്മളെല്ലാവരും ഐക്യപ്പെടണം.
അതിന് പോകാൻ കഴിയുന്നവരൊക്കെ പോകണം. അതോടൊപ്പം സമസ്ത കേരള സുന്നി യുവജന സംഘം എപ്പോഴൊക്കെ സമ്മേളനം നടത്തിയിട്ടുണ്ടോ ആ സമ്മേളനങ്ങളൊക്കെ സമൂഹത്തിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്, ചരിത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, SYSന്റെ 20ാം വാർഷിക SYSന്റെ 1989 നടന്ന മഹാസമ്മേളനമാണ് ഒരു സമൂഹത്തെ ഏറ്റവും വലിയ നവോത്ഥാനത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യമായത്. മർക്കസുകൾ മുഴുവൻ ജില്ലകളിലും തുടങ്ങണമെന്ന പ്രഖ്യാപനത്തോടെ ആ സമ്മേളനം കേരളീയ മുസ്ലിം സമൂഹത്തിലെ അടിസ്ഥാന വിഭാഗത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സമ്മേളനത്തിന് നാം പൂർണ്ണമായി ഐക്യപ്പെടുക. അതിലേക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ശാരീരികമായി മാനസികമായി നമുക്ക് എന്തൊക്കെ അതിന് നിർവഹിക്കാൻ കഴിയും എല്ലാവരിലേക്കും ആ സമ്മേളനത്തിന്റെ സന്ദേശം എത്തിക്കുക. അതിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ സംഗമത്തിൽ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉദ്ഘാടനം ചെയ്യാൻ ഇൻഷാ അല്ലാഹ് മഹാനായ കാന്തപുരം ഉസ്താദ് സുൽത്താനുൽ ഉലമ, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ചെറിയൊരു സമയം വൈകുമ്പോഴേക്ക് നമുക്കൊക്കെ അവലാദികളാണ്, പ്രയാസങ്ങളാണ്. മഹാനായ ഉസ്താദ്, നിങ്ങൾക്കറിയാലോ എത്ര വയസ്സായി, എന്തൊക്കെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നിട്ടും ഉസ്താദ് നീണ്ട യാത്രകളിലാണ്, അധ്യാപനത്തിലാണ്, എഴുത്തിലാണ്. ഇന്നലെ ഉസ്താദ് മർക്കസിന്റെ മീറ്റിംഗ് നടക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു, പല്ലെടുത്തിട്ട് വയ്യ, കുറച്ചേ സംസാരിക്കുള്ളൂ. പക്ഷെ ആ സംസാരം 1 മണിക്കൂർ നീണ്ടു. അതാണ് ഉസ്താദ്. നാം ഉസ്താദിനെ കണ്ടു പഠിക്കണം. ദീനീ പ്രവർത്തനത്തിന് ആധുനിക കാലത്തെ മുഴുവൻ ആളുകൾക്കും മാതൃകയാക്കാൻ, നമുക്ക് അല്ലാതെ മോട്ടിവേഷൻ ലഭിക്കാൻ ഉസ്താദിന്റെ ജീവിതം, ഒരു ദിവസത്തെ പ്രവർത്തനം മാത്രം മതി. ജീവിതമൊന്നും പഠിക്കണ്ട. ഒരു ഉസ്താദിന്റെ ഒരു ദിവസത്തെ പ്രവർത്തനം നമുക്ക് മോട്ടിവേഷൻ ലഭിക്കാൻ ഏറ്റവും ധാരാളമാണ്. ഒരു മോട്ടിവേഷൻ ക്ലാസ്സിലും നമ്മൾ പങ്കെടുക്കേണ്ട. അത് നമ്മുടെ തൊഴിൽ മേഖലയിലായാലും, നമ്മുടെ ബിസിനസ് മേഖലയിലായാലും, നമ്മുടെ അധ്യാപന മേഖലയിലായാലും, നമ്മുടെ പ്രവർത്തന മേഖലയിലായാലും, ദീനിന്റെ ഖിദ്മത്തിന്റെ മേഖലയിലായാലും ഉസ്താദ് അവറുകളുടെ എത്തും. അതൊരു സൗരഭ്യമാണ്. അല്ലാഹു ആ സൗരഭ്യത്തിന് കീഴിൽ കൂടുതൽ കാലം നമുക്ക് ആ സൗരഭ്യത്തിന് കീഴിൽ പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അടുത്തതായി ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ് അവറുകൾ നമ്മളോട് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.